ഇന്നു മുതൽ നമ്മൾ 24 കണക്റ്റിൻ്റെ പദ്ധതികളും അതുപോലെ 24 കണക്റ്റിൽ ബന്ധപ്പെടുന്ന ചില വാർത്തകളുമായി 24 കണക്റ്റിൻ്റെ പ്രത്യേക സെഗ്മെൻറ്റ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാത്രമല്ല നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കുറച്ചുകൂടെ അടിയന്തരമായി ജനശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിന് പരിഹാരം കാണുവാനും 24 കണക്റ്റ് അരയും തലയും മുറുക്കി രംഗത്ത് വരുന്നു. ഗുഡ് മോർണിംഗ് 24 കണക്റ്റ്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ 5 കൊല്ലം കൊണ്ട് 1 കോടി ആളുകളിലേക്ക് എത്താനുള്ള നീക്കമാണ് നമ്മൾ നടത്തുന്ന 24 കണക്ട്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ മലയാളികൾക്ക് പരസ്പരം സഹായിക്കാനും സ്നേഹിക്കാനും സംഗമിക്കാനും കഴിയുന്ന ഒരു കുട നമ്മൾ നിവർത്തും. 24 കണക്റ്റിൻ്റെ കുട. അപ്പോൾ ഈ കുട നിവർത്തുന്നത് ആദ്യം നമ്മുടെ കുട്ടികളിലേക്കാണ്. 3000-ഓളം കേരളത്തിലെ കുട്ടികൾക്ക് ടൈപ്പ് 1 പ്രമേഹമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് ഒരിക്കൽ ഈ കാര്യം എന്നോട് വളരെ വിശദമായി പറഞ്ഞു തന്നു. കുട്ടികളിൽ പഞ്ചസാരയുടെ അളവ് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒരു കാലമാണ്. ഇൻസുലിൻ കുത്തിവയ്പ്പുകളും ഇൻസുലിൻ പമ്പുകളും ആവശ്യമായിട്ടുള്ള ഈ ടൈപ്പ് 1 പ്രമേഹ രോഗികളായ കുട്ടികൾക്ക് നിരന്തര ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. മാത്രമല്ല, എനിക്ക് സത്യത്തിൽ ഈ കുട്ടികളെ കാണുമ്പോൾ ഏറ്റവും വലിയ വിഷമം ചെറുപ്രായത്തിലെ തന്നെ ശരീരത്ത് ഇൻസുലിൻ പമ്പുകൾ ഫിറ്റ് ചെയ്ത് സ്കൂളിലേക്ക് പോകണം എന്ന് മാത്രമല്ല, ഭാരിച്ച ചെലവും വീട്ടമ്മമാർക്കും മാതാപിതാക്കൾക്കും വരുന്നു. ഈ ചെലവ് താങ്ങാനുള്ള സംഭവം ഇവർക്കില്ല. കേരളത്തിലെ മിക്ക ജില്ലകളിലും ഇപ്പോൾ ഈ ടൈപ്പ് 1 പ്രമേഹം ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ 10.1 കോടി പേർക്ക് പ്രമേഹമുണ്ടെന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇന്ത്യ ഡയബറ്റിസിന്റെ 2023 കണക്കുകൾ പറയുന്നത്. ഊർജോൽപാദനത്തിനായി ഗ്ലൂക്കോസിനെ ശരീരകോശങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇൻസുലിൻ എന്ന ഹോർമോണാണ്. ഈ ഹോർമോണിന്റെ അഭാവം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നതിന് ഇടയാക്കുന്നു. ഇതാണ് പ്രമേഹമെന്ന രോഗാവസ്ഥ. പ്രധാനമായും 2 തരത്തിലുള്ള പ്രമേഹങ്ങളുണ്ട്: ടൈപ്പ് 1, ടൈപ്പ് 2. ടൈപ്പ് 1 പ്രമേഹം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള പാൻക്രിയാസിന്റെ കഴിവില്ലായ്മ മൂലമാണ് ഉണ്ടാകുന്നതെങ്കിൽ ടൈപ്പ് 2 പ്രമേഹം ശരീരകോശങ്ങൾ ഇൻസുലിനോട് ഫലപ്രദമായി പ്രതികരിക്കാത്തത് മൂലമാണ് ഉണ്ടാകുന്നത്. ടൈപ്പ് 1 പ്രമേഹം കുട്ടികളെയും ചെറുപ്പക്കാരെയുമാണ് ബാധിക്കുന്നത്. ഈ ടൈപ്പ് 1 പ്രമേഹം കുട്ടികളിൽ വളരെ കൂടുതലായി കാണുന്ന രോഗമായതുകൊണ്ട് ഇതിനെ ജുവനൈൽ ഡയബറ്റീസ് എന്നും വിളിക്കാറുണ്ട്. ടൈപ്പ് 1 പ്രമേഹം ടൈപ്പ് 2 പ്രമേഹത്തിൽ നിന്ന് വിഭിന്നമാണ്. സമൂഹത്തിൽ സർവ്വസാധാരണമായി കാണുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. പലപ്പോഴും ശ്രദ്ധ മുഴുവൻ അതുകൊണ്ട് ടൈപ്പ് 2 പ്രമേഹം അപഹരിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അത് ശരിയാണ്, കാരണം കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്നത് ടൈപ്പ് 2 ആണ്. കടുത്ത വിശപ്പ്, അമിതദാഹം, കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത്, കാഴ്ചക്കുറവ്, അമിതമായ ക്ഷീണം, ഭാരം കുറയുന്നത്, മാനസികമായുള്ള ഉൾവലിയൽ, കോപം എന്നിവയൊക്കെയാണ് കുട്ടികളിലെ ടൈപ്പ് 1 പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ചികിത്സിക്കാനായിട്ട് ഏറെ ബുദ്ധിമുട്ടുള്ള രോഗമാണെന്നും അത് ചികിത്സിക്കാനായിട്ട് 3 പ്രധാന മാർഗ്ഗങ്ങളുണ്ടെന്നും അറിയാം. 3 പ്രധാന മാർഗ്ഗങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് എടുക്കുക, ഗ്ലൂക്കോമീറ്ററിൽ നോക്കിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻസ് എടുക്കുക, അതോടൊപ്പം ഒരു തുടർച്ചയായ ഗ്ലൂക്കോസ് നിരീക്ഷണം നടത്തി ആ ഗ്ലൂക്കോസ് സെൻസറിലൂടെ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാർക്കും എല്ലാം ഗ്ലൂക്കോസ് നോർമലായിട്ട് നിൽക്കുകയാണോ അത് പെട്ടെന്ന് കൂടിപ്പോകുമോ അത് ലൈവായിട്ട് തന്നെ എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഓട്ടോമാറ്റഡ് ഇൻസുലിൻ ഡെലിവറിയാണ്. അപ്പോൾ ഓട്ടോമാറ്റഡ് ഇൻസുലിൻ ഡെലിവറിയിൽ നമുക്ക് ഇതുപോലൊരു സെൻസറുണ്ട്, ഇൻസുലിൻ പമ്പുണ്ട്, ആൽഗോരിതമുണ്ട്. അപ്പോൾ ഏറ്റവും ഫലവത്തായ മാർഗ്ഗം എന്ന് പറയുന്നത് ഓട്ടോമാറ്റഡ് ഇൻസുലിൻ ഡെലിവറിയാണ്. ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികളിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ചില്ലെങ്കിൽ പ്രമേഹ പ്രശ്നങ്ങൾ ക്രമേണ വർദ്ധിച്ച് ജീവൻ വരെ അപകടപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകും. ഇത്തരം കുട്ടികൾക്ക് പഞ്ചസാരയുടെ അളവ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങളും ഇൻസുലിൻ കുത്തിവയ്പ്പുകളും ഇൻസുലിൻ പമ്പുകളും ആവശ്യമാണ്. റിസർച്ച് ഡെസ്ക് 24. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ 3000-ലധികം കുട്ടികൾക്ക് ഇപ്പോൾ ഈ ടൈപ്പ് 1 പ്രമേഹം വന്നു കഴിഞ്ഞു. അവരുടെ മാതാപിതാക്കളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. കുട്ടികളെ നിരന്തരം നിരീക്ഷിക്കുകയും വേണം. ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 24 കണക്ട് ഈ കാര്യം അതിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നായി ഉൾപ്പെടുത്തിയിട്ട് തീർച്ചയായിട്ടും ഈ കുട്ടികൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ 24 കണക്ട് ഈ ടൈപ്പ് 1 പ്രമേഹത്തോട് പടപൊരുതാൻ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഒന്നിച്ചാണ് ആ യുദ്ധം ആരംഭിക്കുക. അത് ആരംഭിച്ചു കഴിഞ്ഞു കേട്ടോ ശരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ കുടയിൽ നിവർന്ന് അല്ലെങ്കിൽ ഈ കുടയിൽ നിന്ന് നമ്മൾ ഈ യുദ്ധത്തിൽ അണിചേരുക.